നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടി ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ രണ്ട് മാട്രസുകൾ വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കീറി മുറിച്ച് ഇതിനുള്ളിൽ എന്താണെന്ന് നോക്കാനായിട്ട് പോവുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പല മാട്രസുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ മാട്രസുകളുടെ ഉള്ളിൽ എന്താണെന്ന് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ മാട്രസ് അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള ഒരു സൗകര്യമില്ലാത്ത മാട്രസുകൾ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കീറി മുറിച്ചെങ്കിൽ മാത്രമേ ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ രണ്ടും ഓർത്തോ മാട്രസ് ആണ്. ഒരെണ്ണം ഡ്യൂറോഫ്ലെക്സിന്റെ സ്പൈനെക്സ് മാട്രസും, മറ്റൊരെണ്ണം ഞാൻ മാർക്കറ്റിൽ നിന്ന് ഏകദേശം സെയിം പ്രൈസ് റേഞ്ചിലുള്ള മാട്രസ് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടോളുക. നിങ്ങളൊരു ഓർത്തോ മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പലരും കരുതി വെച്ചിരിക്കുന്നത് ഹാർഡായിട്ടുള്ള മാട്രസ് ആണോ എങ്കിൽ നല്ല ബാക്ക് സപ്പോർട്ട് കിട്ടും, അങ്ങനെയുള്ള മാട്രസ് ആണ് യഥാർത്ഥ ഓർത്തോപീഡിക് മാട്രസ് എന്നാണ്. സത്യത്തിൽ ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ മാട്രസുകൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആ ഒരു കാര്യം മനസ്സിലാവും. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, രണ്ട് മാട്രസും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. രണ്ട് മാട്രസുകളും തിരിച്ചിട്ടു, കാരണം കട്ട് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഈ മാട്രസ് അപ്പോൾ ഇതും മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഓർത്തോപീഡിക് മാട്രസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെയേഴ്സ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാണുന്നത് ഒരു ചെറിയ ഫോമാണ്, ഒരു ചെറിയ ലെയറായിട്ടൊരു ഫോം നൽകിയിട്ടുണ്ട്. ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ്സേ നമുക്ക് ഇതിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഈ കാണുന്ന രണ്ട് ലെയർ, ഇത് രണ്ട് ലെയറായിട്ട് തോന്നുമെങ്കിൽ ഏകദേശം രണ്ടും ഒരേപോലൊക്കെ തന്നെ ആണ്. ഏകദേശം ഒരേ രീതിയിൽ ഇത് ഫംഗ്ഷൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതൊരു ഡബിൾ ലെയർ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള മാട്രസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫിറ്റ്നസ്സും അതേപോലെ ബേസിക് ആയിട്ടുള്ള ഒരു സ്പൈൻ സപ്പോർട്ടും പ്രതീക്ഷിച്ചാൽ മതി. കംഫർട്ടിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് അടുത്ത മാട്രസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാട്രസ് ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ഈ മാട്രസിൻ്റെ അകത്ത് മറ്റൊരു ചെറിയ ലെയർ കൂടെ ഉണ്ട്. ഇതിൻ്റെ ഔട്ടർ ലെയർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് മറ്റൊരു കവറിങ് കൂടെ ഉണ്ട്, അതും നമുക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഇതിൽ കുറച്ചധികം സംഭവങ്ങൾ നൽകിയിട്ടുണ്ട്. നോക്കി, പല പല ലെയറുകളായിട്ടാണ് ഈ ഒരു മാട്രസ് വന്നിട്ടുള്ളത്. ഇതൊരു അടിപൊളി ഓർത്തോ മാട്രസ് ആയിട്ട് തോന്നുന്നുണ്ട്, കാരണം ഇത് ആ രീതിയിലാണ് പല ലെയറുകളായിട്ട് ഫുൾ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് നോക്കാം, എത്ര ടൈപ്പ് ഏത് രീതിയിലുള്ള ലെയേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന്. ഡ്യൂറോഫ്ലെക്സിൻ്റെ സ്പൈനെക്സ് മാട്രസ് ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ 5 സോൺ ഓർത്തോപീഡിക് ലെയേഴ്സ് ലഭിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ഇത് നമ്മുടെ ഹെഡ്, ഷോൾഡർ, ലോവർ ബാക്ക്, ഹിപ്പ്, നീ, അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സപ്പോർട്ടിംഗ് ലെയേഴ്സ് നൽകിയിട്ടുള്ളത്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സ്പൈൻ അലൈൻമെൻറ്റും ഈ ഒരു മാട്രസിൽ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതിൽ ഹൈ ഡെൻസിറ്റി കൊയർ ലെയേഴ്സ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഹൈ ഡെൻസിറ്റിയിലുള്ള ഫോം ലെയേഴ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ലെയേഴ്സ് നൽകിയിരിക്കുന്നതോട് നല്ല ഫിറ്റ്നസ്സും കിട്ടും, അതേപോലെ നല്ല ബ്രീത്തബിളും ആയിരിക്കും, ഡ്യൂറബിളും ആയിരിക്കും മാട്രസ്. ഇതിൽ മൾട്ടിപ്പിൾ ഫോം ലെയേഴ്സ് നൽകിയിരിക്കുന്നതോട് നല്ല ഫിറ്റ്നസ് കിട്ടും, ഒത്തിരി ഹാർഡ് ആയിരിക്കത്തില്ല. നമുക്ക് ലോങ് യൂസിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും. നല്ല സ്പൈൻ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഒക്കെ ഈ രീതിയിലുള്ള മാട്രസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു മാട്രസിൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർത്തോപീഡിക് ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം, കാരണം ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ടോപ്പ് കവറിനടിയിലായിട്ടൊരു മെമ്മറി ഫോം ലെയറൂടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നല്ല ഫിറ്റ്നസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ലെയർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെയറാണ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഔട്ടർ കവറിങ് ലെയറൂടെ ഇതിന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ രണ്ട് മാട്രസ് ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്താണ് വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്കിവിടെ ലൈവായിട്ട് കാണാൻ പറ്റും രണ്ട് മാട്രസിൻ്റെയും ഡിഫറൻസ് ഏത് രീതിയിലാണുള്ളതെന്ന്. അപ്പോൾ ഇതിൽ കൂടുതൽ കൊയർ ലെയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റ്നസിന് വേണ്ടിയുള്ള ലെയേഴ്സ് ഒന്നും തന്നെ ഇവിടെ ഇല്ല. ചെറിയൊരു ഫിറ്റ്നസിന് വേണ്ടിയുള്ളൊരു ലെയർ മാത്രമേ ഇതിൻ്റെ ടോപ്പിൽ നൽകിയിട്ടുള്ളൂ, അതും വലിയ കട്ടിയൊന്നുമില്ല. അപ്പം കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോം ലെയർ നശിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഈ താഴത്തെ ഡ്യൂറോഫ്ലെക്സിൻ്റെ മാട്രസിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ഇവർ ഈ ഒരു മാട്രസിന് 15 ഇയേഴ്സിൻ്റെ വാറണ്ടി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് 15 ഇയേഴ്സിൻ്റെ വാറണ്ടി ഒരു ബ്രാൻഡിന് നൽകാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ ഈ കൊയർ ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് മെമ്മറി ഫോം നൽകിയിരിക്കുന്നത് കൊണ്ട് നല്ല എയർ സർക്കുലേഷൻ നടക്കുകയും നല്ല സോഫ്റ്റ്നെസ് ഫിറ്റ്നസ് നമുക്ക് കിടക്കുന്ന സമയത്ത് കിട്ടുകയും ചെയ്യും. അപ്പം
കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാട്രസ് വാങ്ങുമ്പോൾ അതിനുള്ളിൽ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് രീതിയിലാണ് അതിൻ്റെ ടെക്നോളജി അത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം ഏകദേശം മനസ്സിലായത്. രണ്ട് മാട്രസിൻ്റെയും വില ഏകദേശമൊക്കെ ഒരുപോലെ വരുമെന്നുണ്ടെങ്കിലും രണ്ടിൻ്റെയും ബിൽഡ് ക്വാളിറ്റി രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി രണ്ട് മാട്രസുകളുടെയും കംഫോർട്ട് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഗുലർ കൊയർ മാട്രസിൽ നിന്ന് ബേസിക് കംഫോർട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ ഒരു കാഷ്വൽ യൂസിനൊക്കെ കുറച്ച് നാളത്തേക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാട്രസ് നോക്കാം. ഡ്യൂറോഫ്ലെക്സിന്റെ കംഫോർട്ട് ലെവൽ കുറച്ചുകൂടി പ്രീമിയം ഫീലാണ് നമുക്ക് ഈ ഒരു മാട്രസിൽ കിട്ടുക. 5 സോൺ ഡിസൈൻ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ വെയിറ്റ് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആകുകയും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബാക്ക് സപ്പോർട്ട് കിട്ടുകയും സ്പൈൻ സപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്യും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എല്ലാ പ്രഷർ പോയിന്റിലും നമുക്ക് ഈ ഒരു മാട്രസിൽ നിന്ന് കിട്ടും. ലോങ് ടൈം യൂസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മാട്രസ് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം നല്ല ബിൽഡ് ക്വാളിറ്റി മാട്രസിനോട് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് വർഷങ്ങളോളം ഈ ഒരു മാട്രസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് മാട്രസുകളിലും കൊയറും യൂസ് ചെയ്തിട്ടുണ്ട്, ഫോമും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ രണ്ടിന്റെയും ബിൽഡ് ടെക്നോളജി രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ റെഗുലർ മാട്രസിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം ലെയർ മാത്രമേ നമുക്ക് ഫിറ്റ്നസിന് വേണ്ടി നൽകിയിട്ടുള്ളൂ. പക്ഷേ രണ്ടാമത്തെ മാട്രസിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോം ലെയേഴ്സ് നൽകിയിട്ടുണ്ട്. അതിൽ ഓർത്തോ മാട്രസ് ആയതുകൊണ്ട് നല്ല ഹാർഡ് മാട്രസ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലല്ല ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്രോപ്പർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കംഫോർട്ടും അതേപോലെ തന്നെ ബാക്ക് സപ്പോർട്ടും സ്പൈൻ അലൈൻമെൻറ്റും ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്ന രീതിയിൽ ഡ്യൂറബിൾ ആയിട്ട് തന്നെയാണ് ഈ ഡ്യൂറോഫ്ലെക്സിൻ്റെ സ്പൈനെക്സ് മാട്രസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മാട്രസ് വാങ്ങുമ്പോൾ ഇതിനകത്ത് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്കത് കീറി തുറന്ന് നോക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ രണ്ട് മാട്രസുകളും വാങ്ങി ഇതിനുള്ളിൽ എന്താണ്, ഏത് രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഈ മാട്രസുകളുടെ വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലർ കൊയർ മാട്രസിന് 5 ഇയേഴ്സിൻ്റെ ഒക്കെ വാറണ്ടിയാണ് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുള്ളത്. പക്ഷേങ്കിൽ ഡ്യൂറോഫ്ലെക്സിൻ്റെ ഈ സ്പൈനെക്സ് മാട്രസിന് 15 ഇയേഴ്സിൻ്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ചില കമ്പനികൾ 10 ഇയേഴ്സിൻ്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 15 ഇയേഴ്സിൻ്റെ വാറണ്ടി ഒരു ബ്രാൻഡ് നൽകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകും ആ പ്രൊഡക്റ്റ് ഏത് രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന്. ഇനി എൻ്റെ ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് മാട്രസ് വാങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഈ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുന്നുണ്ടെ സ്പൈനെക്സ് മാട്രസ് ഡ്യൂറോഫ്ലെക്സിൻ്റെ മാട്രസ് തന്നെയാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൽ 5 സോൺ ഓർത്തോപെഡിക് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്, നല്ല സ്പൈൻ അലൈൻമെൻറ്റ് കിട്ടും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫോം ലെയേഴ്സും കൊയർ ലെയേഴ്സും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 15 ഇയേഴ്സിൻ്റെ വാറണ്ടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പൈസ മുടക്കി ഒരു ഓർത്തോ മാട്രസ് വാങ്ങുന്നു, അത് നിങ്ങൾക്ക് കുറേയധികം നാൾ യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡ്യൂറോഫ്ലെക്സിൻ്റെ ഈ സ്പൈനെക്സ് മാട്രസ് ഞാൻ സജസ്റ്റ് ചെയ്യും. നമ്മൾ റെഗുലർ ലോക്കൽ മാട്രസ് വാങ്ങിക്കഴിഞ്ഞാൽ അതും കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കംഫോർട്ടൊക്കെ നഷ്ടപ്പെടുകയും പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ 5 വർഷം 6 വർഷം അല്ലെങ്കിൽ 10 വർഷം അതിൻ്റെ വാറണ്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം അത് ഡെഡ് ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേങ്കിൽ നമ്മളൊരു കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു മാട്രസ് ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ദീർഘകാലം അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മാട്രസ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ ഒരു മാട്രസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു മാട്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുടെ റിവ്യൂ അൺബോക്സിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ആദ്യമാദ്യം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.